തുടങ്ങിയല്ലോ. എന്നാ പിന്നെ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ മക്ബറയിൽ മരിച്ചെടുക്കണ വലിയ വലിയ ആൾക്കാരാണെങ്കിൽ പിന്നെ അവരെ തലക്കം പാത്തി കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഒരു കറാമത്താണ് കാണിച്ചുകൂടേതാ, ഒരു കറാമത്താണ് കാണിച്ചുകൂടേതാ. അത് പണ്ട് ഇ.കെ. ഹസൻ മുസ്ലിയാർ ചേകന്നൂരിന് മറുപടി പറഞ്ഞപ്പോ അന്ന് പറഞ്ഞിട്ടുണ്ടായി. ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാരും ചേകന്നൂരും കൂടി ഇവിടെ പൊന്നാനിക്കടുത്ത മാറഞ്ചേരിയിൽ ഒരു വാദപ്രതിവാദം നടത്തുക. ചേകന്നൂരിന് ഇബ്ലീസിന് ബുദ്ധി കൊടുത്ത പോലെ അള്ള കുറച്ച് വളഞ്ഞു ബുദ്ധി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അയാൾ ആ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ വക്രബുദ്ധിയോടുകൂടെ വാദം നടത്തി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതെ സുബൈ വാങ്ങിക്കൊടുക്കേണ്ട സമയമായി. എപ്പോ തുടങ്ങിയതാ? രാത്രി 10 മണിക്ക് ഒരു കട്ടൻ ചായയും കുടിച്ചതോ. ഹസൻ മുസ്ലിയാർ ആകെ ഭക്ഷണം കട്ടൻ ചായയും സാധു ബീഡിയ. വായതിന് ക്ഷണിക്കുമ്പോഴുള്ള ഫോർമാറ്റീസ് തന്നെ ഒരു കട്ടൻ ചായ ഒരു ബീഡി മതിയില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദഹു മഹാനവറകൻ സുബഹിയോടടുത്തു. ഇവൻ നിർത്തിയല്ല, വാദപ്രതിവാദം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് മറുപക്ഷത്തുനിന്ന് ചേകന്നൂർ മൗലവിയർ ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? ബഹുമാനപ്പെട്ട ഔലിയാക്കളിൽ പ്രമുഖനായ ഖുതുബുൽ അഖ്താബ് മലാദുൽ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കറാമത്ത് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ, വല്ലേ തലത്തീരോ എന്നെ വിളിച്ചോർക്ക് വൈകൂടവോ എന്നോവർ എന്നെ പിടിച്ചവരേതും പിടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഈ രണ്ടുപേരും മദീമാല എന്നിട്ട് ചേകന്നൂര് പോലെ പറഞ്ഞു, വലിയ തരത്തിലും എന്നെ വിളിച്ചോർക്ക് വായിക്കൂടെ ഉത്തരം ചെയ്യും ഞാൻ എന്നല്ലേ ഹസൻ മൗലിയാരെ മൊയ്തീൻ ഷേഖ് പറഞ്ഞ്. എന്നൊരു പണി നിങ്ങളുടെ മൊയ്തീൻ ഷേഖിന് കറാമത്തുണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഒന്നാണ് പൊളിഞ്ഞാറട്ടെ എന്ന് പറഞ്ഞു. 5 മിനിറ്റ് സമയം തരാം, ബഗ്ദാദ് നിങ്ങൾ എത്തേണ്ട ആളെന്നും പറഞ്ഞു. 5 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 25 മിനിറ്റ് കഴിഞ്ഞ് ഓഡിയൻസ് ഇപ്പൊ നിരീശ്വരവാദികളും കേൾക്കാൻ വന്നിട്ടുണ്ടാവും, പകുതി ഇമാളുകളും ഉണ്ടാവും, നല്ല ഇമാളുകളും. അപ്പൊ കുറെ ആൾക്കാർ കണ്ട ഒന്നും സംഭവിച്ചില്ല. അപ്പൊ മൊയ്തീൻ ഷേഖിന് കറാമത്തില്ല അല്ലേ? ഇനി കറാമത്തുണ്ട് എന്ന് പറഞ്ഞ ആയത്തും ഹദീസും കിതാബും ഇബാറത്തൊക്കെ വായിച്ചിട്ട് സമർത്ഥിക്കാൻ ഇവിടെ ആർക്കാ സമയം? കേൾക്കാൻ ആർക്കാ മനസ്സ്? കണ്ടം പടിക്ക് മുണ്ടം പടിയല്ലേ വേണ്ടത്? ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ മറുപടി പറഞ്ഞു, മൊയ്തീൻ ഷേഖിന് കറാമത്തുണ്ടെങ്കിൽ സ്റ്റേജ് പൊളിഞ്ഞാടട്ടെ എന്നല്ലേ പറഞ്ഞ്. അള്ളാഹ്ക്ക് ഖുദ്റത്ത് എന്ന് പറഞ്ഞ സിഫത്തുണ്ടല്ലോ, എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളയല്ലേ. എന്നാ അള്ളാഹ്ക്ക് പവറുണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഒന്ന് കത്തട്ടെ എന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് ഖുദ്റത്ത് ഉണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഒന്ന് കത്തട്ടെ. ഈ 5 മിനിറ്റല്ലേ സമയം പറഞ്ഞത്? 25 മിനിറ്റ് സമയം കൊടുക്കാം പറഞ്ഞു. 25 മിനിറ്റ് സമയം കൊടുത്തിട്ടും സ്റ്റേജിനൊന്നും പറ്റിയില്ല. ചേകന്നൂർ എങ്ങാനും അള്ളാഹ്ക്ക് ഖുദ്റത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പ ഔട്ടാവും, ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കട്ടാവും. അവൻ മൂപ്പര് പറഞ്ഞു. അവസാന ഹസൻ മൗലിയാർ പറഞ്ഞു, അള്ളാഹ്ക്ക് മൊയ്തീൻ ഷേഖിനും പണി, മൊയ്തീൻ ഷേഖിന് സ്റ്റേജ് പൊളിക്കലുമല്ല പണി, അള്ളാഹ്ക്ക് നമ്മുടെ സ്റ്റേജ് കത്തിക്കലുമല്ല പണി, വേറെ പണിയുണ്ട് കേട്ടോ, പണി നിർത്തി പറഞ്ഞു. അതോടുകൂടെ വാദപ്രതിവാദം അവസാനിക്കാണ്ടായി. എന്നപോലെ ചില മുജാഹിദ് ജമാഅത്തിന്റെ ആൾക്കാർ പറയും, അങ്ങനെ മക്ബറയിൽ കിടക്കുന്ന മഹാന്മാർക്ക് വലിയ പവറുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ കറാമത്ത് കാണിച്ചുകൊണ്ട് ഈ അനാചാരത്തെ എതിർക്കപ്പെടാത്തത്? എന്നാൽ എത്രയോ സ്ഥലത്ത് കറാമത്തുകൾ കാണിച്ച സംഭവമുണ്ട്. കറാമത്ത് കാണിക്കേണ്ടയിടത്ത് കറാമത്ത് കാണിച്ച സന്ദർഭമുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം മുജാഹിദിന്റെ ഭരണം നടക്കുന്ന സൗദി അറേബ്യയിലെ മദീനയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഈജിപ്ഷ്യനെ ഒരു കിതാബുണ്ട്. താരീഖുൽ മദീന ഖദീമൻ വഹദീസൻ എന്നാണ് അതിന്റെ പേര്. മദീനയുടെ പൗരാണിക ചരിത്രവും പുരോഗമന ചരിത്രവും എന്ന് പറഞ്ഞ് മദീനയുടെ പണ്ടത്തെയും ഇന്നത്തെയും 2 ചരിത്രം എഴുതി വെച്ച കിതാബുണ്ട്. ആ കിതാബ് സൗദി ഗവൺമെന്റ് സീലടിച്ച് പ്രസിദ്ധീകരിക്കുന്ന കിതാബാണ്. ആ കിതാബിൽ ഹാറ കലാപത്തെ സംബന്ധിച്ചുള്ളൊരു അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മദീനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമായ ഹാറയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം നടന്ന ഒരു വലിയ കലാപത്തിനെ സംബന്ധിച്ച് ആ താരീഖുൽ മദീന ഖദീമൻ വഹദീസൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. സൗദി ഔഖാബ് സീലടിച്ച് വിതരണം ചെയ്യുന്ന കിതാബാണത്. ആ കിതാബിൽ ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് കാണാം. സഹോദരന്മാരെ, ഹാറ കലാപം ശക്തമായ കാലത്ത് മദീനയിലുള്ള പുരുഷന്മാരൊക്കെ യസീദിന്റെ
പട്ടാളക്കാരെ വെട്ടിക്കൊലപ്പെടുത്താൻ തുടങ്ങിയപ്പോ ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ മുസയ്യിബ് എന്ന് പറയുന്ന താബിഈങ്ങളുടെ നേതാവ് മഹാനുഭാവൻ രക്ഷകിട്ടാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ റൗളയുടെ അകത്ത് പോയി ഒളിച്ചുപോയി. പട്ടാളക്കാർ കലാപകാരികൾ മദീനയുടെ പള്ളി ഉപരോധം നടത്തി, പള്ളിക്ക് സീൽ വെച്ചു, പൂട്ടിയിട്ടു. ചരിത്രത്തിലാദ്യമായി മദീനയിലെ പള്ളിയിൽ 3 ദിവസം ബാങ്കിവിളി നിലച്ചുപോയി. മഹാനായ സഈദ് ബിനുൽ മുസയ്യിബ് തങ്ങൾ പറയാണ്, ഞാൻ റൗളയുടെ ഉള്ളിലായിരുന്നു. പുറത്ത് നടക്കുന്ന ഒരു സംഭവവും എനിക്കറിയില്ല. സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ അസ്തമിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ആ സമയത്ത് യസീദിന്റെ പട്ടാളക്കാരിൽ കുറച്ചാളുകൾ റൗളയുടെ ഉള്ളിലേക്ക് കയറി വന്നു. എന്നെ ബലമായി പിടിച്ചു. കൊല്ലാൻ വേണ്ടി എനിക്ക് നേരെ വാളോങ്ങിയപ്പോൾ വേറെ ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, എടോ, ഭ്രാന്തില്ലാത്ത ഒറ്റ മനുഷ്യനും മദീനയിൽ ഇരിക്കുന്നില്ല. ഇയാൾക്ക് എന്തോ ഒരു മെന്റലുള്ള പോലെയുണ്ട്. അയാളുടെ മുടിയൊക്കെ ജടക്കുത്തിയിട്ടുണ്ട്, താടി വല്ലാതെ നീണ്ടിട്ടുമുണ്ട്. അയാള് പാവം പൊക്കോട്ടെ, ഒരു മെന്റൽ രോഗിയല്ലേ, മാനസിക രോഗിയല്ലേ, അയാളെ കൊല്ലണ്ട എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ മുസയ്യിബിനെ വെറുതെ വിടുകയാണ്. ലോക ചരിത്രത്തിന്റെ കണ്ണിയാകുന്ന സ്ഥലത്ത് യസീദിന്റെ കാലത്തുള്ള പട്ടാളക്കാർ, അക്രമകാരികളായ പട്ടാളക്കാരുടെ കുതിരകൾ കയറിയിട്ട് ഈ പരിശുദ്ധമായ സ്ഥലത്ത് മൂത്രമൊഴിച്ചു. ഈ ചരിത്രഗ്രന്ഥം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്തരം നീചമായൊരു കലാപമായി കലാപം നടന്ന സമയത്ത് ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ മുസയ്യിബ് തങ്ങൾ പ്രാണരക്ഷാർത്ഥം റസൂലുള്ളാഹിന്റെ റൗളയിൽ അള്ളിപ്പിടിച്ചിങ്ങനെ റൗളയുടെ ചുറ്റുഭാഗത്തിരിക്കുമ്പോ തന്റെ ഫറദ് നിസ്കാരത്തിന്റെ സമയമടുത്തുപോയി. മദീനത്തെ പള്ളിയിൽ ബാങ്കില്ല. ബാങ്ക് വിളിച്ചവന് തല കാണൂല. ബാങ്ക് വിളിക്കാൻ മദീനയിൽ ആണുങ്ങളില്ല. മദീനയിലെ പള്ളിയിലെ ബാങ്ക് വിളി നിന്നുപോയ സമയത്ത് മഹാനായ സഈദ് ബിനുൽ മുസയ്യിബ് തങ്ങൾ പറയുന്നു, റൗള ഷരീഫിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഞാൻ റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെ അകത്തുനിന്ന് ഒരു മുഴക്കം കേൾക്കുകയാണ്. ആ മുഴക്കം അങ്ങ് ശക്തമായി വന്നപ്പോൾ ഖബറിന്റെ അകത്തുനിന്ന് കേട്ട മുഴക്കം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫർദ് നിസ്കാരത്തിന്റെ സമയം വന്നപ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കുന്നു. മദീനത്തെ പള്ളിയിൽ ബാങ്ക് വിളി തന്നുപോയ 3 ദിവസവും ഈ നിലക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അകത്തുനിന്ന് ബാങ്ക് വിളിക്കുന്നത് ഞാൻ എന്റെ കർണപടങ്ങളെ കൊണ്ട്, നഗ്നമായ ചെവിടുകളെ കൊണ്ട് കേട്ടു എന്ന് എഴുതിയ കിതാബ് സൗദി അറേബ്യയിലെ മുജാഹിദിന്റെ ഔഖാഫിന്റെ സീലടിച്ചു വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ജീർണിച്ചുപോയി എന്ന് ലോകത്തിലുള്ള ഒരൊറ്റ മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്നില്ല. അവ കറാമത്ത് കാണിക്കേണ്ടടുത്ത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ട് സഈദ് ബിനുൽ മുസയ്യിബിന് സമയം അറിയിച്ചു കൊടുക്കുന്ന ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് തന്റെ പള്ളിയിലോട്ട് കയറി വന്ന് അക്രമം കാണിക്കുന്ന പട്ടാളക്കാരെ ഒന്ന് ഒരു മുഅ്ജിസത്ത് കാണിച്ചിട്ട് ഒന്ന് കൊല്ലാമായിരുന്നില്ലേ? നമ്മൾ ആവശ്യപ്പെടുന്നതല്ല മുഅ്ജിസത്ത്, നമ്മൾ ആഗ്രഹിക്കുന്നതല്ല കറാമത്ത്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമുക്കുണ്ടായിരിക്കണം പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് നാം മനസ്സിലാക്കണോ, മഹാന്മാരായ ഔലിയായിന്റെ ഖബറിന്റെ അടുത്ത് കോപ്രാട്ടിത്തം കാണിക്കുന്നവർക്ക് അവരുടെ ആഖിബത്ത് വളരെ മോശമാവുന്നതാണ്. അവർ സൂൽ ഖാത്തിമത്ത് കൊണ്ട് മരണപ്പെട്ടു പോകുന്നതാണ്. എത്രയോ മഖ്ബറകളുടെ അകത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞ് അന്ധവിശ്വാസങ്ങൾ നടത്തുന്നുണ്ട്. അത് അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അജണ്ടയിൽപ്പെടുത്തരുത്. അതിനെ മുസ്ലിം സമുദായത്തിന്റെ അകത്തുനിന്ന് എതിർക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണോ? ആനപൂരങ്ങൾ നടത്തുന്നത് സുന്നീസമല്ലല്ലോ. ഖബറിന്റെ അടുത്ത് അന്യ സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് മറവില്ലാതെ അന്യപുരുഷന്മാര് തലയിൽ കൊടിവെച്ച് ഒഴിഞ്ഞു കൊടുക്കുന്നത് സുന്നീസമല്ലല്ലോ. അതുപോലെ പരിശുദ്ധ ഇസ്ലാമിനും സുന്നികൾക്കും എതിരായ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമുദായത്തിന്റെ അകത്ത് ആരൊക്കെയോ അല്ലിപ്പിടിപ്പിച്ച് കയറിയിട്ടുണ്ട്. അതിൽ നിർമ്മാർജ്ജനം ചെയ്യുന്ന വിഷയത്തില് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ രംഗത്ത് വരണം. എന്നാൽ അന്ധവിശ്വാസങ്ങളുടെ മറവില് വിശ്വാസങ്ങളെ തച്ചുടക്കാൻ അനുവദിക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല.
അല്ലാഹു അല്ലാഹ് അല്ലാഹു 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 അല്ലാഹ്